ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് തുടർച്ചയായുള്ള രണ്ടാമത്തെ അനുഭവമാണ്. 635 കണ്ടെയ്നർ കാർഗോകൾ ഉണ്ടായിരുന്ന, അതിൽ തന്നെ 12 എണ്ണത്തിൽ മാരക രാസവസ്തുക്കൾ ഉണ്ടായിരുന്ന MSCയുടെ ഒരു ഫീഡർ കപ്പൽ തകർന്നു. ആ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിഞ്ഞു. ഇതാ ഇപ്പോൾ അത്ര തീരത്തല്ല എങ്കിൽ പോലും, ഉൾക്കടലിലാണെങ്കിൽ പോലും അഴീക്കലിനും ബേപ്പൂരിനും ഏതാണ്ട് 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഇവിടെ ശ്രീ രാജേഷ് രാംകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഷോറിലേക്ക് വരാം ഇതിന്റെ മാലിന്യങ്ങൾ. മാരക രാസവസ്തുക്കളാണ്. MSCയുടെ കപ്പലിൽ ഉണ്ടായിരുന്നതിനേക്കാളും മാരകമായ രാസവസ്തുക്കളാണ്. ട്രൈക്ലോറോ ബെൻസീൻ, സിങ്ക് ഓക്സൈഡ്, ഡൈമീഥൈൻ സൾഫേറ്റ്, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈക്ലോറോ മീഥൈൽ, ഇങ്ങനെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാരക രാസവസ്തുക്കളാണ് ഈ കടലിൽ കലരാൻ പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്കയാണ്. അതിന് എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മുടെ സംവിധാനങ്ങൾ കാണുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം, നേരത്തെ 2 എക്സ്പെർട്ടുകളാണ് നമ്മളോട് സംസാരിച്ചത്. ആ എക്സ്പെർട്ടുകൾ പറയുന്ന ഒരു പ്രധാന കാര്യം, അത് വളരെ പ്രധാനം, നമ്മളത് ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പം ഇത് തീരദേശത്ത് നിന്ന് വളരെ ദൂരെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഇതില്ല. കാരണം 2 പ്രശ്നമുണ്ട്. ഒന്ന്, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കാറ്റും അതുപോലെ കാറ്റിൻ്റെ ഗതിയും നമ്മുടെ കടലിൻ്റെ ജലപ്രവാഹങ്ങളുടെ ഗതിയും കാലാവസ്ഥയിലെ പ്രത്യേകതയും അറബിക്കടലിൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അറബിക്കടലിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഇത് മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു വലിയ പ്രധാന പ്രശ്നമുണ്ട്. മത്സ്യസമ്പത്തിനെ ഇത് ബാധിച്ചാൽ, നേരത്തെ അദ്ദേഹം തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു, ഇത് ഫുഡ് ചെയിനിലേക്ക് വളരെ പെട്ടെന്ന് വരും. ഫുഡ് ചെയിനിലേക്ക് വളരെ പെട്ടെന്ന് ഇതെത്താൻ, കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവിടെയൊക്കെ പോയി മത്സ്യം പിടിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഡീപ് സീലാണ് എന്നതുകൊണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം വരുന്നത് കൊണ്ട് വേണമെങ്കിൽ കുറച്ച് കാലം അത് പിടിക്കാതിരിക്കാം. പക്ഷേ അതും പറയാൻ പറ്റില്ല എത്രത്തോളം വരുമെന്ന്, അതിങ്ങോട്ട് വരുമോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഈ MSL കപ്പലിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കും, ഒരു കേസ് കൊടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ എല്ലാ നിയമങ്ങളും അറിയില്ല. ചില മാരിടൈം നിയമങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ ഇപ്പോൾ മെക്സിക്കൻ ഓയിൽ സ്പിൽ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ മെക്സിക്കോയുടെ തീരത്തുണ്ടായിട്ടുള്ള ഓയിൽ സ്പിൽ, അത് കപ്പൽ അപകടം മാത്രമല്ല, വലിയ തോതിൽ ഷിപ്പിങ്ങിൽ ഇതുണ്ടായതും ഖനിയുന്നുണ്ടായതും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ, ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കമ്പനികളൊന്നും തന്നെ സത്യം പറയില്ല. കാരണം ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷുറൻസ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന 2 പേര് എക്സ്പെർട്ടുകളായതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാം, അവർ എക്സ്പെർട്ടുകളാണ്. വലിയ തുകയ്ക്കാണല്ലോ കപ്പലിൻ്റെ ഇൻഷുറൻസ് ഉണ്ടാവുക. ഇൻഷുറൻസ് കമ്പനികൾ ഇവരൊക്കെ തമ്മിലൊരു കളിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീക്കാണ് കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മളിതിനെ ഏറ്റവും പെർഫെക്റ്റായി പ്രസൻറ്റ് ചെയ്യും? ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയുമോ? ക്രിമിനൽ നടപടികൾ ഇതിലുണ്ടോ? കാരണം ഇതിൽ ജീവഹാനി ഉണ്ടാവാം, പാരിസ്ഥിതികമായ നാശമുണ്ടാവാം, തീരത്തിന് നാശമുണ്ടാവാം, ലോങ് ടൈം. ഇപ്പോൾ കഴിഞ്ഞ കപ്പലിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാലും കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു രാസവസ്തുവായിരുന്നു. പെല്ലറ്റ്സ് ഉണ്ടായത്, പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ തീരങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ തീരങ്ങളിൽ വന്നടിഞ്ഞതിൻ്റെ എത്രയോ മടങ്ങ് അത് ഫുഡ് ചെയിനിൽ മറ്റേ ജീവികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് കണ്ടാൽ മത്സ്യത്തിൻ്റെ മുട്ട പോലെ തോന്നും ചിലതെന്ന്. അതുകൊണ്ട് മത്സ്യങ്ങൾ അത് വളരെ വേഗം ഭക്ഷിക്കും, ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ അങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ദീർഘകാലം ഉണ്ടാക്കാൻ പോകുന്ന, ഫുഡ് ചെയിൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇവിടെ അതിനേക്കാൾ മാരകമായ രാസവസ്തുക്കളാണ്. ഹസാഡസ് മെറ്റീരിയലിന്, ഓയിൽ സ്പില്ലിന് ഒക്കെ തന്നെ വളരെ കൃത്യമായി നിയമങ്ങളുണ്ട് എന്നാണ്. കൃത്യമായി നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേസുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൗതുകകരമായ ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വളരെ വിശദമായി വരാം. ഓരോ കൺവെൻഷനും അനുസരിച്ച് നമ്മളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ ബേസിൽ ലാൽ,